നമസ്കാരം. ലോകമെമ്പാടുമുള്ള വിദേശ ധനസഹായങ്ങളിൽ വൻ വെട്ടിക്കുറവുകൾ വരുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ 18 മാസത്തിനിടെ 10 ലക്ഷത്തിലധികം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത്യാവശ്യ മാനുഷിക സഹായങ്ങൾ നഷ്ടമായതായി ഐക്യരാഷ്ട്രസഭ. UN വനിതാ വിഭാഗം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ലോകത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. സഹായധനത്തിനുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. സംഘർഷബാധിത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 855ഓളം വനിതാ സംഘടനകളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 84% സംഘടനകളും തങ്ങളുടെ സഹായം തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി വ്യക്തമാക്കുന്നു. എന്നാൽ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ ഇതിൽ 90% സംഘടനകൾക്കും ആവശ്യക്കാർക്ക് സഹായം എത്തിക്കാൻ സാധിക്കുന്നില്ല. 40% സംഘടനകൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായോ ഭാഗികമായോ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റതിന് പിന്നാലെ വിദേശ സഹായ ഫണ്ടുകളിൽ വരുത്തിയ വൻ വെട്ടിച്ചുരുക്കലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. USAID ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയതും ബില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ട് തടഞ്ഞതും ആഗോളതലത്തിൽ വൻ തിരിച്ചടിയായി. US-ന് പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളും വിദേശ സഹായങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്കനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ആഗോള സഹായധന രംഗത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ 75% ഇടിവും അമേരിക്ക വരുത്തിയ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ മൂലമാണ്. 2024 അപേക്ഷിച്ച് 2025 അമേരിക്ക നൽകുന്ന വിദേശ സഹായത്തിൽ 50%-ലധികം കുറവുണ്ടായി. അഫ്ഗാനിസ്ഥാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഹെയ്ത്തി തുടങ്ങിയ കടുത്ത യുദ്ധസമാന സാഹചര്യങ്ങളും ആഭ്യന്തര കലാപങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ സ്ത്രീകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ലോകം ശ്രദ്ധിക്കാതെ പോകുന്ന പ്രദേശങ്ങളിൽ പോലും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് എത്താൻ കഴിയാത്ത ഇടത്ത് സേവനം ചെയ്യുന്നവരാണ് ഈ വനിതാ സംഘടനകളെന്ന് UN വിമൻ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി സോഫിയ കാൽറ്റോപ്പ് പറഞ്ഞു. സ്ത്രീകൾക്ക് നൽകുന്ന ഓരോ ഡോളർ സഹായം വെട്ടിക്കുറയ്ക്കുമ്പോഴും അത് ലൈംഗിക അക്രമങ്ങൾക്ക് ഇരയായവർക്കും ആഭ്യന്തരമായി ഭവനരഹിതരായ അമ്മമാർക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്കുമാണ് നഷ്ടമാകുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഫണ്ട് തടഞ്ഞതോടെ പകുതിയിലധികം സംഘടനകളും പുതിയ ആളുകൾക്ക് സഹായം നൽകുന്നത് നിർത്തലാക്കുകയോ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് മാറ്റുകയോ ചെയ്തിരിക്കുകയാണ്. UN റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യം ഇപ്പോഴും അമേരിക്ക തന്നെയാണെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമായും സുതാര്യമായും മാത്രമേ ഇനി ഫണ്ട് വിനിയോഗിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമിയിലുള്ള ഓരോ വ്യക്തിയുടെയും ആഹാരവും മരുന്നും അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അമേരിക്കൻ നികുതിദായകർ ബാധ്യസ്ഥരല്ല എന്നായിരുന്നു UN റിപ്പോർട്ടിലെ വിമർശനങ്ങളോടുള്ള വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. അതിനിടെ 2025 സംഘർഷബാധിത പ്രദേശങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ ഇരട്ടിയായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഉടനടി തുക അനുവദിച്ചില്ലെങ്കിൽ ദുരന്തമുഖങ്ങളിൽ സ്ത്രീകളുടെ ജീവൻ കാക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതെയാകുമെന്ന ആശങ്കയും UN പങ്കുവയ്ക്കുന്നുണ്ട്.